2 ദിവസം കണ്ടില്ലല്ലോ. അപ്പോ എന്നെ കാണാതിരിക്കാൻ പറ്റില്ലേ? ആ, താൻ എന്നെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് തന്നെ കാണാൻ കഴിയുന്നത്. ഇതൊരു ഉരുണ്ടുമറിയലാണല്ലോ. ഏതെങ്കിലും ദുഷ്ടൻ എന്നെ കെട്ടിക്കൊണ്ടുപോയാലോ? ആ ദുഷ്ടൻ ഞാനായാലോ? സാറ് നല്ല ഫോമിലാണല്ലോ. കുറെ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്യണമെന്നുണ്ട് സാർ. പക്ഷേ സിറ്റുവേഷൻ അനുവദിക്കില്ല. അറിയാം. തന്നെ ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലെ ദുഃഖം കൂടുമ്പോൾ താൻ ചിരിക്കുന്നുവെന്ന. മറക്കാനാ? ഞാൻ തിരിച്ചു. ഓർമ്മകളും അതിന്റെ സംഘർഷങ്ങളും വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അതറിയാം. അല്ല, 2 ദിവസം എവിടെയായിരുന്നു എന്ന് പറഞ്ഞത്? ഉല്ലാസയാത്രയൊന്നും അല്ല. എന്റെ ഒരു ഗുരുനാഥനെ കാണാൻ പോയതാ. എന്റെ ക്രിമിനോളജി പ്രൊഫസർ. അത് ശരി. പഠിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു സാറിന്റെ വീട്ടിൽ ചെല്ലണമെന്ന്. സാർ ഇപ്പൊ റിട്ടയറായി. ഓക്കെ. അമ്മയെ കാണാൻ പോയോ? പോണം. പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞാൽ മതി. സബ് ജയിലിൽ ഞാൻ അറേഞ്ച്മെന്റ്സ് ചെയ്തു തരാം. ഡ്രസ്സൊക്കെ കൊണ്ടുപോകാമോ? അവരത് പരിശോധിച്ചിട്ട് കൊടുക്കൂ. അതാ ഞാൻ പറഞ്ഞത്, പോകുന്നതിന് മുമ്പ് എന്നോട് പറയാൻ. പറയാം. കേസിന്റെ അന്വേഷണം പുതിയ നിലയിൽ പോകുന്നില്ല. കൊല ചെയ്തത് മറ്റൊരാളാണെന്ന് തെളിയിക്കണം. അതിനുള്ള തെളിവാ ശേഖരിക്കേണ്ടത്. തന്റെ അച്ഛൻ എഴുതി കത്ത് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നോ? ഇല്ല സാർ. ആ കത്ത് വെച്ച് ഞാനൊരു അന്വേഷണം നടത്താൻ പോവാ. ഞാൻ മാത്രമല്ല, ഒരു ടീം. ഓ, കൊള്ളാലോ. ഞാനൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊല ഒറിജിനലി ചെയ്തത് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിന്റെ ട്രെയിനിങ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു ഫോഴ്സിനെ വിട്ടുതരാം. അയ്യോ, അത് വേണ്ട. പോലീസിനെ കണ്ട അവര് പിന്മാറും. എന്നാ ഷാഡോ പോലീസ് ആയാലോ? അത് വേണ്ട. എനിക്കും എന്റെ ടീമിനും ഇത് കണ്ടുപിടിക്കാൻ കഴിയും. എഴുന്നേക്ക്. എഴുന്നേക്കാൻ. താൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്റെ പണി എന്താ? എന്റെ ആവശ്യമില്ലല്ലോ. താൻ ഈ ചേരി വന്നിരിക്കുക. കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ തലേ കയറിയിരിക്കുക. പോലീസ് ടീം അറിയാതെ അന്വേഷിക്കാൻ നീ ആരാ? CBI-യോ അതോ ED-യോ? An unwanted nuisance. ഓ, ഇതിനാ നീ നിന്റെ ക്രിമിനോളജി പ്രൊഫസറെ കാണാൻ പോയതല്ലേ? അങ്ങനെയാണെങ്കിലേ അയാളോട് വന്ന് കൊലപാതകം തെളിയിക്കാൻ പറ. സർ, അത് Get out. Get out from here.